അനു, ഒരു സമരകാലമാണ് നമുക്ക് മുന്നിലൂടെ ഒഴുകിപ്പോകുന്നത്. വി എസിനെ അനുസ്മരിക്കാൻ, അദ്ദേഹത്തെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൂടുന്ന ജനക്കൂട്ടത്തിൽ നിന്നും അദ്ദേഹം ആരായിരുന്നു എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാത്ത വളരെ പിഞ്ചുകുട്ടികൾക്ക്, ഒരുപക്ഷെ അങ്ങനെ അത്ര ചെറിയ ആളുകൾക്ക് വി എസിനെ അറിയാത്തതായി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ TV സ്ക്രീനിൽ നോക്കിയാൽ ആരാണ് വി എസ് എന്ന് ഈ ജനക്കൂട്ടം പറഞ്ഞു കൊടുക്കുമായിരിക്കും, അല്ലേ? ലക്ഷ്മി, നമുക്കറിയാം 2019 കൂടിയാണ് വി എസ് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ഒരു നിശബ്ദനാക്ക അല്ലെങ്കിൽ അസുഖബാധിതനായി കിടക്കുന്നത്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, എല്ലാ മലയാളിയുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു വി എസ് ഉണ്ടായിരുന്നു, അതിവൈകാരികമായ ഒരു വി എസ്. ആ വി എസ് ആണ് ഇപ്പോൾ നോക്കൂ, AK സെൻറ്ററിലേക്ക് മൃതദേഹം വന്ന ആദ്യ മണിക്കൂറിൽ ഈ ക്യൂ കണ്ടാൽ മനസ്സിലാകും കേരളത്തിന് ആരായിരുന്നു വി എസ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇങ്ങനെ നീളുന്ന ഒരു നിര. വി എസ് ഈ 2019 രോഗബാധിതനായി കിടക്കയിലായിരുന്നു എങ്കിൽ കൂടി എല്ലാവരുടെയും ഉള്ളിലൊരു വി എസ് ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് വി എസ് എന്ന നേതാവിനെ ഓർക്കുന്നത്? വി എസ് എന്ന് പറഞ്ഞാൽ വി എസ് നമ്മുടെ കേരളത്തിൽ വി എസിന് പകരം വയ്ക്കാൻ ആളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിൽ അവസാനത്തെ തരിയാണ് വി എസ്. വി എസിന് തുല്യം പണയം വയ്ക്കാൻ വി എസേ ഉള്ളൂ. അതായത് കേരളം രണ്ടക്ഷരത്തിൽ, വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ ഒരു പേരായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. കാരണം അത്രമേൽ ജനങ്ങളോട് ചേർന്ന് നിന്ന, ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടി പോരാടിയപ്പോൾ നമുക്കറിയാം ഈ പ്രകൃതിയുടെ രാഷ്ട്രീയം ഇത്രമേൽ പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകില്ല. നമുക്ക് ഇവിടേക്ക് നിരവധി വലിയ നിരയാണ് ഇപ്പോഴും. ചേട്ടാ, വി എസ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? വി എസ് ഏറ്റവും വലിയ നേതാവാണ്, പാർട്ടിയുടെ അവസാനത്തെ കണ്ണിയാണ്. അദ്ദേഹം ചെയ്ത ത്യാഗം ഒരു പാർട്ടിക്കാരും ചെയ്തിട്ടുമില്ല. ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കണം നമ്മുടെ ആഗ്രഹമാണ്. അത്ര വലിയ മഹാനാണ് പുള്ളി. പാവങ്ങളുടെ നേതാവ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പാവങ്ങളുടെ നേതാവാണ്. അദ്ദേഹം ചെയ്ത ത്യാഗം വേറെ ആരും ചെയ്തിട്ടുമില്ല. അത്ര വലിയ നേതാവാണ്. എനിക്ക് ആത്മാർത്ഥമാണ്, എനിക്ക് ഭയങ്കര സ്നേഹമുള്ള നേതാവാണ്. ലക്ഷ്മി, ഈ ചേട്ടൻ്റെ അടക്കം കണ്ണ് നിറയുന്ന അതിൽ നിന്ന് മനസ്സിലാകും നമുക്ക് വി എസ് ആരാണ്, എന്താണ് എന്നുള്ളത്. നമുക്ക് ഈ രാത്രി ഇവിടേക്ക് വരുന്ന ആളുകളുടെ നിര. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പൂവാറുന്ന. വളരെ ദൂരമാണ് ഇവിടുന്ന് പോവാറ്. വി എസിനെ കാണാൻ വേണ്ടി വന്നതാണ്? തീർച്ചയായിട്ടും വി എസിനെ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാണ്. വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? വിപ്ലവകാരികളുടെ വിപ്ലവകാരി, തൊഴിലാളികളുടെ നേതാവ്. അല്ലാതെ മനോരമ പറയുന്ന പോലെ വെട്ടിയിടത്തിൻ്റെ നേതാവല്ല, ജനകോടികളുടെ നേതാവാണ്. അങ്ങനെയുള്ള ജനകോടികളുടെ നേതാവിനെ കാണാൻ നിരവധി ആളുകൾ. ഇവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട്. അമ്മ, എവിടെ നിന്നാണ് വരുന്നത്? വി എസിനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? വി എസ് നമ്മുടെ സമരനായകനല്ലേ, എങ്ങനെ ഓർക്കാതിരിക്കാൻ പറ്റും? ഈ കാണുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇത് കണ്ടാണ്, ഈ രാഷ്ട്രീയം കണ്ടല്ലേ വളർന്നതും എടുത്തുകൊണ്ട്. അതുകൊണ്ട് വി എസിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് 100 അഭിവാദ്യങ്ങൾ. ലക്ഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2019 തൊട്ട് വി എസ് ഇങ്ങനെ രോഗബാധിതനായി കിടക്കയിലായിരുന്നു. അദ്ദേഹം വേദികളിലൊന്നും സജീവമായിരുന്നില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു വി എസ് ഉണ്ടായിരുന്നു. ആ വി എസ് ആണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞോടുകൂടി ഈ AKG സെൻറ്ററിൻ്റെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ തന്നെ സാക്ഷ്യമാണ്. ചേട്ടാ, വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇത്രയും വലിയൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ ഏവരെയും ദുഃഖപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി എസിൻ്റെ ഒരു കാലത്തെ ചേട്ടൻ എങ്ങനെയാണ് ഓർക്കുന്നത്? നന്നായൊരു ഭരണമായിരുന്നു. ക്ഷേമ പെൻഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കാലത്താണ് കൂടുതൽ വർദ്ധിപ്പിച്ച് ഇന്ന് ഈ 1600 വരെ വന്ന് എത്തിയിരിക്കുന്നത്. പിന്നെ വന്ന LDF ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനമാണ്. അതിൽ വളരെ സന്തോഷം നൽകുന്നുണ്ട്. ലക്ഷ്മി, അങ്ങനെ ഈ വി എസിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്നും പഴയ AKG സെൻറ്റർ, അതായത് ഇപ്പോഴത്തെ AKG പഠന കേന്ദ്രത്തിലേക്കും കൊണ്ടുവന്ന നിമിഷം മുതൽ ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഒരു കാലത്ത് ഏറ്റുവിളിക്കാത്ത വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നില്ല. വി എസ് വരുന്നത് ആൾക്കൂട്ടത്തിനിടയിലേക്കുള്ള വി എസിൻ്റെ വരവ്, അത്രമേൽ ജനകീയനായ നേതാവ് ഇനി ഉണ്ടാകുമോ എന്നുള്ളത് അതിശയമാണ്. കാരണം ഇവിടെ
വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കൾ, ഒരുപക്ഷെ അവരുടെയൊക്കെ സജീവ സമയത്ത് വി എസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ വി എസ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ വി എസിനെ പുതിയ തലമുറ എങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് കൂടെ നമുക്ക് ചോദിക്കാം. ലക്ഷ്മി, എങ്ങനെയാണ് വി എസിന്? ഞങ്ങളുടെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ AKGയെ കണ്ടിട്ടില്ല, ഞങ്ങൾ EMSനെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ തലമുറയിലെ ഒരു വിപ്ലവ സൂര്യനാണ് സഖാവ് വി എസ്. ആ സഖാവ് വി എസിനെ വിട പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് കേരള സമൂഹത്തിന്, കേരള രാഷ്ട്രീയത്തിന് നികത്താനാവാത്ത വിടവ് തന്നെയാണ് വി എസിൻ്റെ വികാരം. യുവാക്കളുടെ ഭാഗമായിട്ട് പറയുന്നത്. ലക്ഷ്മി, ഇതാണ് ഇത് യുവാക്കളായിരുന്നാലും നേരത്തെ സംസാരിച്ച ചേച്ചിയായിരുന്നാലും അവർ വി എസ് എന്ന വാക്ക് ആ രണ്ടക്ഷരം പറയുന്നതോടുകൂടിയും അവരെ എല്ലാവരുടെ കണ്ണ് നിറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവർ പറഞ്ഞതുപോലെ ഇവർ AKGയെ കണ്ടിട്ടില്ല, കൃഷ്ണപിള്ളയെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നയനാരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ കണ്ടിട്ടുള്ള നേതാവ്, അവർ കേട്ട നേതാവ് വി എസ് ആണ്. ആ മുദ്രാവാക്യം വിളിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയുന്ന പുതിയ തലമുറ വി എസ് എന്ന് പറയുന്ന പേര് വിളിച്ചു പറയുന്നതാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് ചേട്ടാ, വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? എങ്ങനെയാണ് വി എസ്? നമ്മൾ കേരളത്തിലെ നല്ലൊരു നേതാവ്, അവസാനത്തെ ധീര സഖാവായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ. ഇനിയിപ്പം പോയി, ലാസ്റ്റുള്ളൊരു നല്ലൊരു നേതാവായിരുന്നു കേരളത്തിൽ സഖാവ് വി എസ്. ഇടയായി, ഇത്രയേ ഉള്ളൂ. മത്സരം ഇങ്ങനെ ഓരോരുത്തരും ചേട്ടാ വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഉണ്ണാതെ ഊട്ടിയും നേടാതെ നൽകിയും ത്യാഗപൂർണമായ ഒരു ജീവിതത്തിൻ്റെ മനുഷ്യനാണ്. നമ്മളൊക്കെ ഒന്നും പറയാൻ വാക്കുകളില്ല. ജീവിതം നമ്മളൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിച്ച, ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. ഞാൻ റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. പറയാൻ വാക്കുകളില്ല. ലക്ഷ്മി, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ ഓരോരുത്തരിൽ നിന്നും കാണാൻ കഴിയുന്നത്. വി എസിനെ അനുസ്മരിക്കാൻ, വി എസിനെ കുറിച്ച് പറയുമ്പോൾ വി എസ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ കണ്ണ് നിറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ജനകീയനായ ഒരു നേതാവ് 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM ഉണ്ടാകുമ്പോൾ 32 നേതാക്കളാണ് അതിൽ നേതൃത്വം കൊടുത്താൽ അതിൽ 2 പേരായിരുന്നു ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള N. ശങ്കരയ്യയും കേരളത്തിൽ നിന്ന് വി എസും. 2 വർഷം മുമ്പ് ശങ്കരയ്യ മരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വി എസും മരിച്ചിരിക്കുന്നു. വി എസ് എന്ന പേര് ഞങ്ങളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിൽ കണ്ണേ കരളെ വി എസ്, ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവി എന്ന വിളി, ആ ഒരു മുദ്രാവാക്യം വിളികൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന വി എസിനെ അത്രമേൽ വിദ്യാർത്ഥികൾ, യുവാക്കളൊക്കെ നെഞ്ചിലേറ്റിയ വി എസ് ആണ്. ആ വി എസ് ആണ് ഇപ്പോൾ ഇവിടെ നിശ്ചലനായി ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വി എസ് നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കേരളത്തിൽ സ്വാശ്രയ സമരം കാത്തു നിൽക്കുന്നു. അന്ന് SFIക്കെതിരെ പോലീസിന്റെ നരനായാട്ട് നടക്കുന്നു. അന്ന് കൊല്ലത്ത് നിന്നും വി എസ്, പ്രതിപക്ഷ നേതാവ് വി എസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പാഞ്ഞെത്തുന്നു. അന്ന് രാത്രി വിദ്യാർത്ഥികളോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തലിൽ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്ന വി എസിനെ ഇതുപോലെ 100 കണക്കിന് മുദ്രാവാക്യങ്ങൾക്കിടയിൽ വി എസ്, ആ ഒരു കാഴ്ച, ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത്. അങ്ങനെ കേരളത്തിന്റെ വിപ്ലവ സൂര്യനായ, കേരളത്തിന്റെ ഏതൊരു നേതാവിനും ഈ നമ്മൾ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് ഇത്രമേൽ വിശ്വസിച്ചിരുന്ന, അവർക്ക് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏത് പ്രശ്നത്തിലും അവർക്കൊരാശ്രയം, അവർക്കൊരു പ്രതീക്ഷയായി നിന്ന നേതാവാണ് വി എസ്. അങ്ങനെയുള്ള വി എസ് ആണ് അല്പസമയം മുമ്പ് മരിച്ചത്.